Hi, hello guys. Welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി റുട്ടീൻ വിത്ത് മൈ സിസ്റ്റർ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സോ എനിക്ക് സമയം കിട്ടിയപ്പോഴാണ് കേട്ടോ, കാരണം രണ്ടുപേരും കൂടെ പഠിക്കുന്ന സമയം അങ്ങനെയൊക്കെ നോക്കിയെടുത്തുകൊണ്ടാണ്. ഇതൊരു വീക്കെൻഡ് ഡേ ആയിരുന്നു, സൺഡേ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സാറ്റർഡേ ആണല്ലോ ചെയ്തത്, സൺഡേ ചെയ്യാനായിട്ടും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അവൾ 8ാം ക്ലാസ്സിലായതുകൊണ്ട് അവൾക്ക് എൻ്റെ അത്രയൊന്നും പഠിക്കാനില്ല. പിന്നെ ഓണോക്സൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നു, പഠിക്കുന്നുണ്ട്. അവർക്ക് ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ടല്ലോ. സോ നമ്മളിപ്പോൾ CBSE കേരള സിലബസിലേക്ക് വന്നതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സോ അത് ക്യാച്ചപ്പ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും ആ സമയത്ത് മാത്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ +1 അറിയാം, ഒരുപാട് പഠിക്കാനുണ്ട്. 10th പറഞ്ഞാൽ ആ ചാപ്റ്റർ ഭയങ്കര ഈസി ആയിരുന്നു. എൻ്റെ 10th ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ തന്നെ അതായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ ഒരു കൊട്ട ഇക്വേഷൻസ് ഉണ്ട്. സോ ഞാൻ ക്ലാസ്സൊക്കെ കണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുമായിരുന്നു. അല്ലെങ്കിൽ റിവിഷൻ്റെ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടും, കാരണം ഈ ഒരു നോട്ട്ബുക്കിലെന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടല്ലോ. സാധനം റിവിഷൻ്റെ സമയത്ത് നമ്മളിതെല്ലാം തപ്പി കണ്ടുപിടിച്ച് വരുമ്പം സമയമെടുക്കും. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ നോട്ട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടു, ഞാൻ കാണുന്ന ക്ലാസ്സിലാണെങ്കിലും അവർക്ക് പറയുന്നുണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണെന്ന്. പിന്നെ അവൾ എഴുതിയാണ് പഠിക്കുന്നത്. പിന്നെ എന്നെപ്പോലെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഉറക്കെ വായിച്ചാണ് പഠിക്കുന്നത്. അവൾ പക്ഷെ അങ്ങനെയല്ല, അവളിങ്ങനെ സൈലൻ്റ് ആയിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് ഉറക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ ഇതനുസരിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണ് തലക്കയറുന്നെങ്കിൽ അങ്ങനെ പഠിക്കുക, സൈലൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ പഠിക്കുക കേട്ടോ. ഞാൻ എൻ്റെ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേരും ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിവേ, പിന്നെ നിങ്ങൾ ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? സ്റ്റഡി പ്ലാനൊക്കെ അയ്യോ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് എന്നൊക്കെയുള്ള കാര്യം പറയാം കേട്ടോ. സോ പിന്നെ അവൾ മാത്സിൽ എന്തോ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ +2 പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ +1 പഠിച്ചിരുന്നപ്പം യൂസ് ചെയ്ത ടിപ്സും നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പം ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ചിലപ്പം ഭയങ്കര യൂസ്ഫുൾ ആയാലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു സ്റ്റഡി. കാരണം എനിക്കാണെങ്കിൽ ഇന്നുകൊണ്ട് ആ ഒരു ട്രിഗ്നോമെട്രിയുടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അതൊരു വലിയ ക്ലാസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് എന്നിട്ട് വേണം അടുത്ത വിഷയം നോക്കാൻ വേണ്ടിയിട്ട്. നാളെ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള വിഷയങ്ങളും അങ്ങനെ നോക്കണമായിരുന്നു. പിന്നെ ഞാൻ സുവോളജി എടുത്തിട്ട് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫിഗേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കുമായിരുന്നു. ചുമ്മാ പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ഫിഗേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി വെക്കുമായിരുന്നു, കാരണം അത് മറന്നു പോകില്ലല്ലോ. പിന്നെ എനിക്ക് +1 ബയോസയൻസ് എടുത്തവരോട് പറയാനുള്ളത്, ഈ ഒരു സുവോളജിയിൽ ഈ ഒരു ചാപ്റ്റർ എന്തായാലും മിസ് ചെയ്യരുത്. നല്ല മാർക്കിന് വരുന്നൊരു ചാപ്റ്ററാണ്. പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് പോർഷൻസ് കവർ ചെയ്യുന്നതും റിവൈസ് ചെയ്യുന്നതും ഒക്കെ. ഇതൊക്കെ പിന്നെ മിഡ് ടേമിന് വേണ്ടിയിട്ടാണെങ്കിലും 2-3 തവണ പഠിച്ചാണ്. എങ്കിൽ പോലും റിവിഷൻ ചെയ്യാതെ നമ്മൾ വെറുതെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ 2025 മുമ്പ് 2K സബ്സ്ക്രൈബേഴ്സ് അറ്റ്ലീസ്റ്റ് അടിക്കണമെന്നുണ്ട്. സോ ഗൈസ് ഡു സബ്സ്ക്രൈബ്. ബൈ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.